സെയിം മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോഷ്യൻ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതുക. ഏതെങ്കിലും പവർ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് 0 എഴുതുക. അപ്പം x⁵5 1, x⁴ ഇല്ല 0, x³ ഇല്ല 0, x² -3, x-ൻ്റെത് 6, കോൺസ്റ്റൻറ്റ് ടേം -1. ഇത് എഴുതും. ഇതിൻ്റെത് x²ൻ്റെത് 1, x-ൻ്റെത് 1, കോൺസ്റ്റൻറ്റ് ടേം 1. നമ്മളിവിടെ വരച്ചു. ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 1 കിട്ടുക. അപ്പോൾ ഈ 1നെ ഈ മൂന്നത്തെ നമ്പറുകൾ കൊണ്ട് ഓരോന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 1 1, 1 × 1 1 × 1 ഇങ്ങനെ വരും. ഡിഫറൻസ് എടുത്താൽ 1 - 1 0, 0 - 1 -1 -1. ഇനി അടുത്തത് ഇറക്കിയിടുക. അടുത്ത് ഇറക്കിയിട്ടാൽ ഇവിടെ എഴുതണം. ഇവിടെ എഴുതുമ്പം ഫസ്റ്റത്തത് ഇത് 0 ആണ് നോക്കണ്ട. ഫസ്റ്റ് 0 ആണ് നോക്കണ്ട. രണ്ടാമത് -1 ആണ്. ഇവിടെ 1 ആണ്. അപ്പോൾ 1നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് -1 കിട്ടുക. അപ്പോൾ ഈ -1നെ കൊണ്ട് ഈ മൂന്നത്തേനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. -1 -1 -1 ഇത് സബ്ട്രാക്ട് ചെയ്യാം. 0 0 -3 + 1, -3 + 1 -2. അടുത്ത് ഇറക്കിയില്ല 6. ഇപ്പം നോക്കുമ്പോൾ ആദ്യത്തത് 0 ആയി, അത് നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് 0 ആണ്. അടുത്ത 0 ആണെങ്കിൽ നമുക്കിവിടെ 1നോട് കൂടി 0 ഇൻറ്റു ചെയ്താലല്ലേ 0 കിട്ടുക. അപ്പോൾ അത് അവിടെ ആ സ്റ്റെപ്പിൽ അത് ചെയ്യുക. അത് വേണമെങ്കിൽ മുഴുവൻ 0 ആയിരിക്കും വരിക. അതുകൊണ്ട് എഴുതണമെന്നില്ല, എന്നാലും എഴുതിക്കുക. 0 × 1 0, 0 × 0 0 × 0. അപ്പോൾ മൈനസ് ചെയ്താൽ -2 -0 -2, 6 - 0 6. അടുത്ത് ഇറക്കിയിടുക -1. അപ്പോൾ ഇവിടെ -2 കിട്ടണം. -2 കിട്ടണമെങ്കിൽ ഇവിടെ 1 ആണല്ലേ. അപ്പം -2, 1 × -2 -2, -2 × 1 -2, -2 × 1 -2. സബ്ട്രാക്ട് ചെയ്താൽ 0 6 -2 8, -1 -2. അപ്പോൾ -1 + 2 that is 1. അപ്പോൾ എന്തായി? കോഷ്യൻ്റ് ഇപ്പം കഴിഞ്ഞു. ഇപ്പം ഇവിടെ 0 കഴിഞ്ഞിട്ട് 2 എണ്ണേ ഉള്ളൂ. ഇവിടെ പക്ഷേ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 3 എണ്ണം ഉണ്ട്. 3 എണ്ണത്തിലും കുറഞ്ഞ് 3 എണ്ണം അവിടെ എത്ര മുകളിൽ ഇവിടെ എത്രയാണോ ഉള്ളത് അതിനേക്കാളും ഇവിടെ ഉള്ളതിൻ്റെ എണ്ണം കുറഞ്ഞാൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ കോഷ്യൻ്റ് എന്താ? കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണ് നമ്മൾ എഴുതുക. ഇതിൽ നിന്ന് എഴുതുന്ന സമയത്ത് ഈ ലാസ്റ്റത്തെ ടേമിൽ നിന്നാണ് തുടങ്ങുക. അപ്പോൾ ലാസ്റ്റത്തെ ടേം കോൺസ്റ്റൻറ്റ് ടേം, അതിൻ്റെ മുന്നത്തെ ടേം x ഉള്ള ടേം, അതിൻ്റെ മുന്നത്തെ ടേം x² ഉള്ള ടേം. അപ്പോൾ -1 × x², പിന്നെ 1 × x³ ഉള്ള ടേം ഇങ്ങനെ വരും. ദാറ്റ് ഈസ് x³ -x² + 0x -2 ഇങ്ങനെ വരും. ഇതാണ് കോഷ്യൻ്റ്. റിമൈൻഡർ എന്താ വരിക? റിമൈൻഡർ ഈ താഴെ വരുന്ന ഇതാണ് എഴുതേണ്ടത്. അത് 8 1 എന്നാണ്. അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് ടേം +1. ഇത് 8 ഇല്ല 8x +1. അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. x⁻10 + x⁻6 + 1 / x² + x + 1. ഇതിനെ ചെയ്യുന്ന സമയത്ത് x⁻10 ആണ്. അപ്പം x⁻10ൻ്റെത് 1 9 0 8 7 6 1 5 0, x⁻4 0, x⁻3 0, x² 0, x 0, പിന്നെ കോൺസ്റ്റൻറ്റ് ടേം 1. ഇവിടെ വരുന്ന സമയത്ത് x²ൻ്റെത് 1, x-ൻ്റെ 1, കോൺസ്റ്റൻറ്റ് 1. ഇവിടെ 1 ആണുള്ളത്, ഇവിടെ 1 ആണുള്ളത്. അപ്പോൾ 1നെയാണ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുക. അപ്പം ഞാൻ ഇവിടെ 1 എഴുതി. അപ്പം 1നെ ഈ മുകളിലുള്ളതിനെ എല്ലാത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 1 1 കിട്ടി.
മൈനസ് ചെയ്യാം. 1 മൈനസ് 1 0, 0 മൈനസ് 1 മൈനസ് 1, 0 മൈനസ് 1 മൈനസ് 1. അടുത്തത് ഇറക്കിയിട്ടു 0. ആദ്യത്തെ 0 ഓക്കെ ആയി. പിന്നെ -1 ആണ്. അപ്പോൾ ഇവിടെ 1 ആണുള്ളത്. 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് -1 വരിക? -1 ഉണ്ട്. അപ്പോൾ -1 × 1 -1, -1 × 1 -1. അതായത് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 × 1 -1. ഇനി സബ്ട്രാക്ട് ചെയ്യാം. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0, ഇത് 0 മൈനസ് -1 1 വരും. അടുത്ത ടേമിനെ ഇറക്കിയിട്ടു. അടുത്ത ടേമിന് ഇറക്കിയിടുമ്പോൾ 1 ആണ്. അങ്ങനെ വരും. അപ്പോൾ ഇവിടെ 0 കണ്ടു. ആദ്യത്തെ 0 നമ്മൾ ഒഴിവാക്കും. പിന്നെ 0 വന്നു. അപ്പോൾ 0 വന്നപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു 0 ഇടാം. ഇവിടെ 0 വന്നാൽ ഇവിടെ 0 ഇടാം. ഇനി നമ്മൾ അപ്പോൾ 0 ഇടുമ്പോൾ മുകളിൽ നിന്ന് 1 ഇറക്കിയിടണം. അപ്പോൾ അടുത്തത് 0 ആണ്. ഈ 0 ആണ്. അതിനെ ഇറക്കിയിട്ടോ. ഇനി നമുക്ക് ഇതിൽ കാണാം 1 1 0. ഇവിടെ 1 ആണുള്ളത്, ഇവിടെ 1 ആണുള്ളത്. അപ്പോൾ 1 കൊണ്ട് ചെയ്യണം. അപ്പോൾ 1 1 1 വരും. സബ്ട്രാക്ട് ചെയ്യുമ്പം 0 0 -1. ഇനി വീണ്ടും ഇത് നോക്കി ആദ്യത്തെ 0 ഒഴിവാക്കി രണ്ടാമതൊരു 0 വന്നു. അപ്പം നിങ്ങൾ എഗെയിൻ ഇവിടെ ഒരു 0 ഇട്ടു. ഇനി നമ്മൾ മുകളിൽ നിന്ന് 1 ഇറക്കിയിടുക. അപ്പോൾ 0 ഇറക്കിയിട്ടു. 0 ഇറക്കിയിട്ടു. 0 ഇറക്കിയിട്ടിട്ടാണ് നമ്മളിവിടെ 0 ഇടുന്നത്. ഇനി ഇവിടെ 0 ഇട്ടുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അടുത്ത ടേം ഇറക്കിയിട്ടു. അതായത് ഇപ്പോൾ ഏതൊക്കെയാണ് ഇറക്കിയിട്ടത്? ഇവിടെ 1 ഇറക്കിയിട്ടു, ഈ 0 ഇറക്കിയിട്ടു, പിന്നെ ഈ 0 ഇറക്കിയിട്ടു. ഇനി അടുത്ത 0 ഇറക്കിയിടുക. 0 ഇറക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ -1 വരുന്നത്, ഇവിടെ 1 വരുന്നത്. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എത്തുക. അപ്പോൾ -1 × -1 -1 -1 -1. സബ്ട്രാക്ട് ചെയ്താൽ ഇത് 0 0 -1 +1 ഒരു +1. അടുത്തത് ഇറക്കിയിട്ട. അടുത്തത് ഈ 0 ആണ്. ഈ 0 1 1 0. അപ്പം 1 ഇവിടെ ആദ്യത്തെ ഒഴിവാക്കിയാൽ രണ്ടാമത്തെ 1 ആണ്. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എത്തുക. അത് മൾട്ടിപ്ലൈ ചെയ്താൽ 1 1 1 വരും. സബ്ട്രാക്ട് ചെയ്താൽ ഇത് 0 ഇത് 0 ഇത് -1. അപ്പോൾ അടുത്ത ഇതിറക്കിയിട്ടു. അടുത്തത് 0 ആണ്. 0 ഇറക്കിയിട്ടു. ഇനി ഇവിടെ നോക്കുമ്പോൾ രണ്ടാമത് 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ അടുത്ത ടേം കൂടി നമുക്ക് ഇറക്കിയിടാം. 1 ഇടുമ്പോൾ -1 0 1 ആണ്. -1 കിട്ടണമെന്നുണ്ടെങ്കിൽ 1നോട് കൂടിയിട്ട് -1 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -1 -1 -1 -1 -1 0 0 -1 +1 1 -1 2. ഇപ്പം ഇവിടെ 2 എലമെൻറ്റ്സ് ഇട്ടു. ആദ്യത്തെ 0 ഒഴിവാക്കി 2 എണ്ണേ ഉള്ളൂ. പക്ഷേ ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3നേക്കാളും 1 കുറഞ്ഞു. അപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോഷ്യൻ്റ് എഴുതണം. കോഷ്യൻ്റ് എഴുതുക ഈ സാധനം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എൻഡ് മുതൽ ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ എൻഡിൽ -1 ആകുമ്പോൾ അത് കോൺസ്റ്റൻ്റ്. പിന്നെ 0 ആണ്. അപ്പോൾ അത് 0x. പിന്നെ 1 ആണ്. അപ്പോൾ അത് 1x². അടുത്തത് -1 ആണ്. ഇത് -1x³. അടുത്തത് 0 ആണ്. അപ്പോൾ 0x⁴. അടുത്തത് 1 ആണ്. അപ്പോൾ 0x⁵. ഒരു 1 2 3 4 5. 5ൽ 1 ആണ്. അപ്പോൾ 1x⁵. പിന്നെ 0x�6. പിന്നെ -1 -x⁷. അടുത്തത് 1 + x⁸. അപ്പോൾ ഇതാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ്. റിമൈൻഡർ എന്താ വരിക? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ആർ ഈസ് 0 1 2 എന്നാണ് അവസാനം. 0 1 2. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം +2.
ഇത് എക്സിലാട്ടെ അപ്പോൾ 1 ഇൻറ്റു എക്സ് പ്ലസ് 0 വേണ്ട. സോ എക്സ് പ്ലസ് 2 ആണ് ഇവിടെ റിമൈൻഡർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 7 മൈനസ് എക്സ് റേസ് ടു 7 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇങ്ങനെ ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. എക്സ് റേസ് ടു 7 ഇതിന് നമുക്ക് ബൈനോമിയൽ തിയറം ഉപയോഗിക്കാം. അപ്പോൾ എക്സ് റേസ് ടു 7 പ്ലസ് 6 എക്സ് റേസ് ടു 6 പ്ലസ് ബൈനോമിയൽ തിയറം പറയുന്നത് 7c1 എക്സ് റേസ് ടു 6 പ്ലസ് 7c2 എക്സ് റേസ് ടു 5. രണ്ടാമത്തെ ടേം 1 ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. 7c3 എക്സ് റേസ് ടു 4 പ്ലസ് 7c4 എക്സ് റേസ് ടു 5 പ്ലസ് 7c5 എക്സ് റേസ് ടു 6. ഇവിടെ എക്സ് റേസ് കുറയില്ലേ വേണ്ടത്. ഇത് എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ പ്ലസ് 7c6 എക്സ് പ്ലസ് 7c7. ഇതാണ് ആദ്യത്തെ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എക്സ് റേസ് ടു 7 പ്ലസ് 7c1 എന്ന് പറഞ്ഞാൽ 7, 7c2 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 6/1 ഇൻറ്റു 2. 3 വെച്ചാൽ 7 3 21. അപ്പോൾ 21 എക്സ് റേസ് ടു 5 പ്ലസ് 7c3 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5/1 ഇൻറ്റു 2 ഇൻറ്റു 3 വെച്ചാൽ 7 5 35 എക്സ് റേസ് ടു 4 പ്ലസ് 7c4 എന്ന് പറഞ്ഞാൽ 7c3 തന്നെയാണ്. അപ്പോൾ അത് 35 എക്സ് ക്യൂബ്. 7c5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NCR ഈക്വൽ ടു NCn മൈനസ് ആർ. അപ്പോൾ 7c5 എന്ന് പറഞ്ഞാൽ 7c2 ആണ്. 7c2 എന്ന് പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ 21 എക്സ് സ്ക്വയർ പ്ലസ് 7c6 എന്ന് പറഞ്ഞാൽ 7c1 ആണ്. അതായത് 7x പ്ലസ് 7c7 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അത് കിട്ടി. ഇനി അപ്പോൾ 2 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ഇത് സ്ക്വയർ ചെയ്താൽ എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2 ഓരോ കോമ്പിനേഷനും എടുക്കുക പ്ലസ് 2x പ്ലസ് 2x സ്ക്വയർ. ഇത് വരും. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പം ഇതിൻ്റെ വാല്യൂസ് എഴുതാം. 1 7 21 35 35 21 7 1. മറ്റേത് വരുമ്പം 1 എക്സ് ക്യൂബിലോട്ടേയും 2 എക്സ് സ്ക്വയറിലോട്ടേയും 2x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പം 3 പിന്നെ 2x അപ്പം 2 1. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 ആണ്. അതുകൊണ്ട് ഇവിടെ 1 ഇട്ട് 1 ഇൻറ്റു 1 3 2 1. സബ്ട്രാക്ട് ചെയ്യുക. 1 മൈനസ് 1 0, 7 മൈനസ് 2 5, 18 33 34. അടുത്തത് ഇറക്കിയിട്ട് ഇനി ഇവിടെ 5ഉം ഇവിടെ 1ഉം ആണ്. അപ്പോൾ 5 കൊണ്ട് ചെയ്യണം. 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 2 10, 5 ഇൻറ്റു 3 15, 5 ഇൻറ്റു 2 10, 5 ഇൻറ്റു 1 5. സബ്ട്രാക്ട് ചെയ്തു. 0 8 18 24 16. അടുത്തതാക്കിയിട്ടു 7, ഇവിടെ 0, ഇവിടെ 8, ഇവിടെ 1. അപ്പോൾ 8 ഇൻറ്റു 1 8, n 2 16, n 3 24, n 2 16, 1 8 8.
സബ്ട്രാക്ട് ചെയ്തു. 0 2 0 0 -1. ഇവിടെ ഇപ്പോൾ 4 എണ്ണം, ഇവിടെ 5 എണ്ണം. അപ്പോൾ കാര്യം കഴിഞ്ഞു. അപ്പം അല്ല, നമുക്ക് ഒന്നുകൂടി ഇറക്കിയിട്ടുണ്ട് അല്ലേ, ഇത് ഇറക്കിയിട്ടില്ല. അപ്പം 1 വരുമ്പോൾ ഇവിടെ 2 ആണുള്ളത്. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 2 4 3 6 2 4 2 2. സബ്ട്രാക്ട് ചെയ്താൽ 2 - 2 0 0 -4 -6 -5 -1. ഇപ്പോൾ ഇവിടെ 4 എണ്ണേ ഉള്ളൂ, ഇവിടെ പക്ഷേ 5 എണ്ണം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ കോഷ്യൻ്റ് എവിടെ നിന്നാണ് എടുക്കുക? 1582. അപ്പോൾ അവസാനത്തെ 2 കോൺസ്റ്റൻറ്റ്, പിന്നത്തത് എക്സ് ഉള്ള ടേം, പിന്നത്തത് എക്സ് സ്ക്വയർ ഉള്ള ടേം, പിന്നത്തത് എക്സ് ക്യൂബ് ഉള്ള ടേം. ഇങ്ങനെ വരും. റിമൈൻഡർ ഇവിടെ നിന്നാണ് കിട്ടുക. ഇവിടെ നിന്ന് കിട്ടുമ്പം കോൺസ്റ്റൻറ്റ് ടേം, എക്സ് ഉള്ള ടേം, എക്സ് സ്ക്വയർ ഉള്ള ടേം, എക്സ് ക്യൂബ് ഉള്ള ടേം. ഇതാണ് റിമൈൻഡർ. ഓക്കെ. അടുത്ത എന്താ വെച്ചാൽ 2x⁻7 - 3x⁻6 + x⁻5 - 3x⁴ + 5x³ - 4x² + 2x - 1 / 2x³ - 3x² + x - 1. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എഴുതും. 2 - 3 1 - 3 5 -4 2 - 1. ഇപ്പുറം 2 - 3 1 - 3. ഇതിലൊന്നും മെസ്സിങ് ഇല്ല, അതുകൊണ്ട് 0 ഒന്നും വന്നിട്ടില്ല. ഇനി ഇതിട്ടു. ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ശരിയാവുക. 1 × 2 1 × -3 1 × 1 1 × -1. സബ്ട്രാക്ട് ചെയ്യുന്നു. 0 0 0 -3 +1 -2 1 ഇറക്കിയിടുന്നു. 5. ആദ്യത്തെ 0 ഓക്കെയാണ്. രണ്ടാമത് 0 ആണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 0 ഇടണം. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇറക്കിയിടണം. -4 ഇറക്കിയിട്ടു. ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് പോകാം. അപ്പോൾ -4. അപ്പോൾ വീണ്ടും അവിടെ 0 വന്നു. അപ്പോൾ എഗെയിൻ ഇവിടെ ഒരു 0 ഇടണം. അപ്പോൾ ഇത് ഇറക്കിയിടണം 2. ഇനി ഇവിടെ -2 ആവുന്നത്, ഇവിടെ +2 അല്ലേ. അപ്പം -1 കൊണ്ട് ചെയ്താൽ മതി. -1 × -2 +3 -1 +1. സബ്ട്രാക്ട് ചെയ്താൽ 0 2 -3 1. ഇതിപ്പോൾ ഇവിടെ ആദ്യത്തെ 0 ഓക്കെയാണ്. പിന്നെ 3 എണ്ണമുള്ളത്. അവിടെ ഇറക്കിയിടാനുണ്ട് -1. അപ്പോൾ -1 ഇറക്കിയിട്ടു. ഇനി ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 2 ആണുള്ളത്. അപ്പം 1ലാണ് പോകേണ്ടത്. അപ്പോൾ 1 × 2 -3 1 -1. ഇത് ചെയ്താൽ 2 - 2 0, ഇത് 0 ഇത് 0 ഇത് 0. അപ്പോൾ റിമൈൻഡർ 0. ഇവിടെ കോഷ്യൻ്റ് എന്താ വരിക? ഇത് കോൺസ്റ്റൻറ്റ് ടേം 1, ഇത് എക്സ് ഉള്ള ടേം, ഇത് x² ഉള്ള ടേം 0 എഴുതണ്ട, x³ ഉള്ള ടേം എഴുതണ്ട, x⁴. അപ്പോൾ x⁴ - x + 1 കിട്ടും. ഓക്കെ. അടുത്ത എന്താ വെച്ചാൽ x⁻7 + 3x⁻6 - 2x³ + 3x² - x + 1 / x⁴ - x + 1. ഇത് എഴുതിയാൽ x⁻7 1, x⁻6 3,
x raised to 5 0, x raised to 4 0, x cube minus 2, x square 3, x minus 1, constant term 1. മറ്റേൻ്റെ x raised to 4 1, x cube 0, x square 0, x minus 1, constant term 1. ഇവിടെ 1 ഇവിടെ 1, അപ്പോൾ 1 കൊണ്ട് ചെയ്യണം. 1 0 0 minus 1 plus 1 സബ്ട്രാക്ട് ചെയ്യാം. 1 minus 1 0, 3 0 1 minus 3. അടുത്ത ഇറക്കിയിട്ട് 3. ആദ്യത്തെ 0 ഓക്കെയാണ്. രണ്ടാമത്തെ 3 ഇവിടെ 1 ആണ്. അപ്പം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തരാണ് 3 ഇട്ട്. അപ്പം 1 into 3 3 0 0 minus 3 plus 3. അപ്പം 3 3 മൈനസ് ചെയ്താൽ 0 0 1 0 0. അടുത്ത ഇറക്കിയിട്ട് -1. അപ്പോൾ ആദ്യത്തെ 0, രണ്ടാമത്തെ 0 വന്നാൽ ഇവിടെ ഒരു 0 ഇടുക. എന്നിട്ട് ലാസ്റ്റത്തെ ടേം ഇറക്കിയിടുക, 1 ഇറക്കിയിട്ടു. ഇനി ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ 1 കൊണ്ട് ചെയ്തു. 1 0 0 -1 plus 1. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ 0 0 0 0 0. അതായത് റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ നമുക്ക് നോക്കട്ടെ. ഇവിടെ ഈ 0ന് നമ്മളൊരു 0 ഇട്ടു. അടുത്തത് 1 ആണ്. അപ്പം 1 0 ഇട്ടു. അപ്പം നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0. കോഷ്യൻ്റ് 1 3 0 1 ആണ്. അതായത് ലാസ്റ്റ് ടേം കോൺസ്റ്റൻറ്റ്, ഇത് എക്സുള്ള ടേം 0x പ്ലസ് 3x സ്ക്വയർ പ്ലസ് x ക്യൂബ് 1. ഇതാണ് കോഷ്യൻ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. x raised to 8 plus x raised to 7 plus 3x raised to 4 minus 1 by x raised to 4 minus 3x cube plus 4x plus 1. x raised to 8 1, 7 1, 6 0 5 0 4 3 3 0 2 0 1 0, constant -1. x raised to 4 1, x cube minus 3, x square 0, x 4 1. അപ്പോൾ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ 1 കൊണ്ട് 1 -3 0 4 1 സബ്ട്രാക്ട് ചെയ്യുന്നു. 1 -3 1 + 3 4 0 -4 3 -1 2. അടുത്തത് ഇറക്കിയിടുന്നു 0. ഇനി ഇവിടെ 4 ആണ്. ആദ്യത്തെ 0, അടുത്ത 4 ആണ്. അപ്പോൾ 4 കൊണ്ട് ചെയ്യണം. അപ്പോൾ 4 × 1 4 -12 0 16 4 4 മൈനസ് ചെയ്യുന്നു. 4 - 4 0 0 -12 plus 12 -4 2 -16 -14 0 -4 -4. ഇപ്പം നമ്മൾ ഇറക്കിയിട്ടത് ഈ 0 ആണ്. ഇനി അടുത്ത 0 ഇറക്കിയിട്ട അടുത്ത 0 ഇറക്കിയിട്ടു. ഇവിടെ 12 ആണ്. 0 കഴിഞ്ഞാൽ 12 ആണ്. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ 12 കൊടുക്കുക. അപ്പം 12 12 3 36 12 0 0 12 4 48 12 12. അങ്ങനെ ഡിഫറൻസ് എടുത്താൽ 0 -4 -36 32 വരും. -14 -52 -12 വരും. അടുത്ത് ഇറക്കിയിടുക 0. അപ്പോൾ ഇവിടെ 32 ആണ്. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 32 - 23 9
32 into 0 0. 32 into 4 14 8 4 12 128 ഒരു 32 പോയ 0 മൈനസ് 14 പ്ലസ് 96 ഇനിയിപ്പോൾ 4 2 6 8 1 9 82 മൈനസ് 52 മൈനസ് 12 മൈനസ് 128 അപ്പോൾ 8 2 10 2 3 4 140 മൈനസ് 140 0 മൈനസ് 32. ഇനി ഇറക്കിയിട്ടുള്ള -1 ആണ്. -1 ഇറക്കിയിട്ടു. ആദ്യത്തെ 0, രണ്ടാമത്തെ 82 ആണ്. ഇവിടെ 1 ആണ്, അതുകൊണ്ട് ഇവിടെ 82 ഇട്ടു. 82 into 1 82. 82 into -3 23 6 1 24 മൈനസ് 246 0. 82 into 4 24 8 4 32. 82 into 1 82. ഇത് 82 മൈനസ് 82 0 മൈനസ് 52 മൈനസ് 246 6 2 8 5 4 മൈനസ് 298 മൈനസ് 140. ഇവിടെ മൈനസ് ആഡ് ചെയ്തിട്ട് 2 10 3 2 5 6 മൈനസ് 360 മൈനസ് 83. ഇവിടെ നമുക്ക് 5 എണ്ണം ഉണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് 4 എണ്ണേ ഉള്ളൂ. ഇനിയൊന്നും ഇറക്കിയിടാറില്ല, അപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ റിമൈൻഡർ പറയുന്ന സമയത്ത് ഇവിടെ നിന്ന് തുടങ്ങണം. -83, പിന്നെ -360x, പിന്നെ -140 x², പിന്നെ -298x³. അങ്ങനെ വരും. ഇവിടെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുക 82 + 32x + 12x² + 4x³ + x⁴. ഇതാണ് കോഷ്യൻ്റ്. ഓക്കെ.